ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ച എ.കെ. ബാഹുലേയൻ സി.പി.ഐ.എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെയുമായി കൂടിക്കാഴ്ച നടത്തി. വെളിയിൽ ഇറങ്ങി ബി.ജെ.പിക്കാരനാണെന്ന് പറയാൻ നാണക്കേടാണെന്ന് എ.കെ. ബാഹുലേയൻ പറഞ്ഞു. ബി.ജെ.പി വർഗീയവാദികളുടെ പ്രസ്ഥാനം. ബി.ജെ.പിയിൽ ഇനിയും പ്രവർത്തിക്കാൻ തൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ലെന്നും എ.കെ. ബാഹുലേയൻ പറഞ്ഞു. തീർച്ചയായും വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുന്നു. സാരംഗ്, ഈ ഗുരുവിനോട് നടത്തിയ വിവേചനമാണ് യഥാർത്ഥത്തിൽ ബാഹുലേയൻ്റെ പ്രതിഷേധ രാജിയിലേക്ക് നയിച്ചത്. ഇപ്പോഴിതാ CPIM-ലേക്ക് ബി.ജെ.പി ആണെന്ന് പറയാൻ നാണക്കേടെന്ന് ബാഹുലേയൻ പറയുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ വിശദാംശം? ആജിംഷാദ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ദിനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആഘോഷ ചുമതലകളൊക്കെ തന്നെ OBC മോർച്ചയെ ഏൽപ്പിച്ചത് മുതലാണ് ഈ ഒരു വിവാദത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് തുടക്കം കുറിക്കുന്നത് RSS BJP പ്രവർത്തകനും മുൻ DGP-യുമായിട്ടുള്ള TP സെൻകുമാറാണ് തന്റെ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ളൊരു വിവാദത്തിന് അല്ലെങ്കിൽ തിരികൊളുത്തിടുന്നത്. തുടർന്നാണ് A.K. ബാഹുലേയനും, അതായത് BJP-യുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള A.K. ബാഹുലേയനും ഇത്തരത്തിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്റെ എതിർപ്പ് കൂടി ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പുറത്തുവിടുന്നതും താൻ BJP-യിൽ നിന്ന് രാജിവെക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാജിവെക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ബാഹുലേയൻ തന്നെ വ്യക്തമാക്കിയിരുന്നു, അതായത് മൊബൈൽ ഫോണിലൂടെ ഇത്തരത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് നൽകുന്ന BJP-യിൽ പ്രവർത്തിക്കാൻ ഇനി തനിക്ക് തുടർന്ന് താല്പര്യമില്ല എന്നുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ബാഹുലേയൻ ഇത്തരത്തിൽ CPM-ലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കെ എ ബാഹുലേയൻ ഇത്തരത്തിൽ എം.വി. ഗോവിന്ദൻ മാസ്റ്ററുമായി കൂടിക്കാഴ്ച നടത്തിയോ? തീർച്ചയായും MB ഗോവിന്ദ മാസ്റ്ററുമായി, അതായത് AKG സെന്ററിൽ എത്തി MB ഗോവിന്ദ മാസ്റ്ററുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത്. അതായത് ഇനി മുതൽ താൻ CPM പ്രവർത്തകനായിരിക്കും അല്ലെങ്കിൽ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള കാര്യമാണ് A.K. ബാഹുലേയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ BJP ഒരു വർഗീയ പ്രസ്ഥാനമാണെന്നും, അതായത് പുറത്തിറങ്ങി നാട്ടുകാരോട് താൻ BJP-കാരനാണ് എന്ന് പറയാൻ പോലും നാണക്കേടാകുന്ന ഒരു കാലത്തുകളിലൂടെയാണ് BJP കടന്നു പോകുന്നതെന്നും ഇത്തരത്തിൽ ബാഹുലേയൻ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും, കാരണം ബാഹുലേയൻ പറഞ്ഞതിൽ നേരത്തെ തന്നെ വസ്തുതകൾ ഉണ്ടായിരുന്നു പല വിധത്തിലും. അതായത് ഗുരുനിന്ദയായിരുന്നു ആ അർത്ഥത്തിൽ. ഒരു സവർണ സംഘപരിവാർ സ്വഭാവം തന്നെയാണ് BJP-യെ മതിക്കുന്നത്. ഇതിൽ വലിയ വിമർശനം വിവിധ സംഘടനാ നേതാക്കന്മാരിൽ നിന്നും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബാഹുലേയൻ ചെയ്ത ആ പ്രവൃത്തി BJP-ക്കുള്ളിലെ അനീതികൾക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന അർത്ഥത്തിൽ കൂടി അടയാളപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല BJP-ക്കുള്ളിലെ ഒരു സവർണാധിപത്യ ജീർണത അതുണ്ട് എന്ന് ബോധ്യമാക്കുന്നതാണ്. അതുകൊണ്ടാണ് ബാഹുലേയൻ ആ പാർട്ടിയിൽ തുടരുന്നത് നാണക്കേടാണ് എന്ന് പറയുന്നതിലേക്ക് നയിക്കുന്നത്, അല്ലേ? എന്തൊക്കെയാണ് ഇനി അടുത്ത ബാഹുലേയൻ്റെ നീക്കങ്ങൾ? അജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വെളിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJP ഉറപ്പായും ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിസ്ത്യാനികളോട് ഉൾപ്പെടെ വിദ്വേഷ പരാമർശം മാത്രമാണ് ഈ BJP-ക്ക് ഉള്ളത് എന്നും ബാഹുലേയൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബാഹുലേയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പാർട്ടിക്കുള്ളിലെ തന്നെ തർക്കങ്ങളും ഇത്തരത്തിൽ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ ചേർത്ത് പിടിക്കണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് എങ്കിൽ പോലും ഈ BJP എന്ന പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു ആശയങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ BJP ഒരിക്കലും ഗുരുദേവന്റെ ആശയങ്ങളെ ഇതുവരെയും ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബാഹുലേയൻ തീർച്ചയായും. കാരണം ഈ വിദ്യാഭ്യാസ പ്രക്രിയകളിലൊക്കെ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഗുരുനിന്ദ തന്നെയാണ്.